പത്തനംതിട്ട തിരുവല്ല കോഴഞ്ചേരി പാതയിൽ ശക്തമായ വെള്ളക്കെട്ടാണ്. പലയിടത്തും വാഹനങ്ങൾക്ക് കടന്നു പോകാനാകുന്നില്ല. ആറന്മുള ഭാഗത്തു നിന്ന് തിരുവല്ല എത്തണമെങ്കിൽ MC റോഡ് വഴി മാത്രമേ യാത്ര സാധ്യമാകൂ. തിരുവല്ല നിരണം മേഖലയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് രൂപപ്പെട്ടത്. AV ജയശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം. ജയശങ്കർ, പത്തനംതിട്ട ജില്ല ആകെ ഈ പ്രളയം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ആറന്മുള ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ MC റോഡ് മാത്രമാണ് നിലവിൽ ആശ്രയിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ദൃശ്യം കണ്ടു. വലിയ വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കൂടുതൽ കടകളിലേക്കും മറ്റും വെള്ളം അടിച്ചു കയറുന്ന സാഹചര്യമാണ് ഉള്ളത്. അതായത് മാധു, വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്ക്, റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുള്ള പ്രതിസന്ധി, അതെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയെ വലിയ തോതിൽ അലട്ടുന്നുണ്ട്. MC റോഡിൽ തിരുമൂലപുരത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഈ റോഡിൽ വെള്ളം കയറിയതോടെ വാഹനങ്ങൾ പതുക്കെ മാത്രം നിയന്ത്രിച്ച് പോലീസാണ് നിലവിൽ കയറ്റിവിടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. 2 കിലോമീറ്ററിലധികം ദൂരം ഗതാഗതക്കുരുക്ക് MC റോഡിൽ തിരുവല്ല ഭാഗത്തുണ്ട്. പുരത്താണ് ഇത്തരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജ് ആ ക്യാമറ പാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഒരു കടൽ പോലെ, ഒരു പുഴ പോലെ ഇങ്ങനെ റോഡിൽ MC റോഡിൽ വെള്ളം കിടക്കുകയാണ്. ഈ വെള്ളം കാരണം വാഹനങ്ങൾക്കൊക്കെ തന്നെ കടന്നു പോകാൻ വലിയ പ്രതിസന്ധിയാണ് ഉള്ളത്. ഈ ആറന്മുളയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം അത് ഈ അപ്പർ കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് തിരുവല്ല ഭാഗത്തേക്കൊക്കെ നിലവിൽ ശക്തമായ രീതിയിൽ എത്തിത്തുടങ്ങി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ റോഡിൽ കാണുന്നത്. രാത്രിയോടുകൂടി ഈ വെള്ളക്കെട്ട് ഇനിയും ഉയരുമെന്നാണ് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഈ വെള്ളം അങ്ങനെയാണ് ഇറങ്ങുക. ഇത് അപ്പർ കുട്ടനാട്ടിലെത്തി പിന്നീട് ലോവർ കുട്ടനാട് ഭാഗത്തേക്കൊക്കെ ഈ വെള്ളം നീങ്ങും. നിലവിൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം. വളരെയധികം കഷ്ടപ്പെട്ട് നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ നിയന്ത്രിച്ചാണ് ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരു തരത്തിലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. വാഹനം പോയാൽ അതിൻ്റെ സൈലൻസറിൽ വെള്ളം കയറുന്ന അപകടകരമായൊരു അവസ്ഥ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ പല കാറുകളിലേക്കും വെള്ളമൊക്കെ കയറുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കാറ് ചില ആളുകൾ തള്ളി ഇങ്ങോട്ട് എത്തിക്കുന്നു. നമുക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ ബസ്സുകളൊക്കെ വളരെ വേഗത കുറച്ചാണ് വരുന്നത്. അങ്ങനെ മണിക്കൂറുകളോളം കിടക്കേണ്ട ഒരു അവസ്ഥ MC റോഡിൽ തിരുമൂലപുരത്ത് ഉണ്ട് എന്നതാണ് അവസ്ഥ. ഒപ്പം തന്നെ ഈ ആറന്മുള ഭാഗത്ത് നിന്ന് MC റോഡ് വഴി മാത്രമേ തിരുവല്ല ഭാഗത്തേക്ക് എത്താൻ പറ്റൂ എന്നൊരു അവസ്ഥ കൂടിയുണ്ട്. കാരണം ഈ തിരുവല്ല കോഴഞ്ചേരി പാതയിലൊക്കെ തന്നെ പലയിടത്തും വലിയ വെള്ളക്കെട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയ നാട്ടുവഴികളൊക്കെ എത്താനുണ്ട്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് MC റോഡ് ആശ്രയിക്കുന്നത് തന്നെയാണ് നല്ലത്. വലിയ തോതിൽ പലയിടങ്ങളിലും ഈ പമ്പാ നദി കരകവിഞ്ഞുകൊണ്ട് വലിയ വെള്ളക്കെട്ടുണ്ട്. തിരുവല്ല മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് ഈ നാടിനെ സംബന്ധിച്ച് ഇനി അഭിമുഖീകരിക്കേണ്ടത്. കാരണം ഈ ആറന്മുളയിലെ വെള്ളം അത് ഇറങ്ങുകയും ആ വെള്ളം ഈ അപ്പർ കുട്ടനാടിൽ പ്രത്യേകിച്ച് തിരുവല്ല മേഖലയിലൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം ഒരുപക്ഷെ ഇവിടെ. കാരണം ഉച്ച സമയത്ത് ഇത്ര വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ വെള്ളം തുരുതുര ഇങ്ങോട്ടേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ നിരണം മേഖലയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത്. രാത്രിയോടുകൂടി ഒക്കെ തന്നെ ഈ പ്രദേശത്തെ വെള്ളത്തിൻ്റെ അളവ് ഇനിയും വലിയ തോതിൽ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അല്പസമയമൊക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ MC റോഡിൽ ഈ തിരുമൂലപുരത്ത് ഈ സംസ്ഥാന പാതയിൽ നമ്മൾ കാണുന്ന ഈ സ്ഥലത്ത് ഗതാഗതം തന്നെ നിരോധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ കഷ്ടിച്ച് നാട്ടുകാരും പോലീസൊക്കെ നിയന്ത്രിച്ച് ഈ വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ കരുതലോടുകൂടി കടത്തിവിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കുറച്ചുകൂടി വെള്ളം കയറിയാൽ സാഹചര്യങ്ങൾ ഗുരുതരമാകും. ഈ ഗതാഗതം ഒക്കെ തന്നെ നിയന്ത്രിക്കേണ്ട അവസ്ഥ വരും. കാരണം മുമ്പ് എല്ലാ മഴക്കാലത്തും ഈ MC റോഡിൽ പലയിടങ്ങളിലും വെള്ളം കയറാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോയിട്ടില്ല. കാരണം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ സൈലൻസറിൽ വെള്ളം കയറും. വണ്ടി നമുക്ക് വളരെ കൃത്യമായി കാണാം. വാഹനങ്ങൾ കടന്നു പോകുന്ന എത്ര ബുദ്ധിമുട്ടിയാണെന്നത് നിയന്ത്രിക്കാനുള്ള ശ്രമമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാരൊക്കെ ചേർന്ന് ആണ് ഗതാഗതം ഇപ്പോൾ വലിയ കാര്യമായിട്ടല്ല എങ്കിലും അത് അല്പമെങ്കിലും മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത്. ആരോഗ്യവകുപ്പിന് നിർദ്ദേശമുണ്ട്. എലിപ്പനി പ്രതിരോധ മാർഗങ്ങൾ എല്ലാവരും സ്വീകരിക്കണം എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ചുമായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന എല്ലാവരും, പൊതുജനങ്ങളടക്കം ഉള്ളവരൊക്കെ ഈ ഡോക്സിസൈക്ലിൻ പോലെയുള്ള മരുന്നുകളൊക്കെ കഴിക്കേണ്ടതാണ്. കാരണം എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ കിടക്കുന്ന വെള്ളമാണ് ഒഴുകി വരുന്നത് എന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുമ്പോഴും സ്വന്തം വീട്ടിൽ നിന്ന് മുറ്റത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവരൊക്കെയാണ് എങ്കിലും മഴക്കാലമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിക്കരുത്. എലിപ്പനി പ്രതിരോധ മാർഗങ്ങൾ ഒരു തടസ്സവുമില്ലാതെ, ഒരു മടിയുമില്ലാതെ അത് ചെയ്യേണ്ടത് കൂടിയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കേണ്ടതാണ്.